Hello everyone. ബികോം ഫോർത്ത് സെമിസ്റ്ററിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ദെൻ സ്കോപ്പ് എന്താണ്, uses of quantitative techniques in business as well as in industry, then its limitations. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. Now as per the definition, quantitative techniques or simply നമുക്ക് QT എന്ന് വിളിക്കാം. ഇനി നമ്മൾ QT എന്നായിരിക്കും പറയാം. സോ അതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ QT may be defined as those techniques which provide the decision maker with systematic and powerful means of analysis and helps in exploring policies for achieving predetermined goals. സോ ഇതൊരു ജനറൽ ഡെഫിനേഷനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ് ഡിസിഷൻ മേക്കർ വിത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ്. അതായത് ഒരാളുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട്, അയാൾക്ക് ഒരു ഡിസിഷൻ എടുക്കണം. സോ ആ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന കുറച്ച് ടെക്നിക്സുകളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹൗ വിത്ത് സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ആൻഡ് ഹെൽപ്സ് ഇൻ എക്സ്പ്ലോറിംഗ് പോളിസീസ് ഫോർ അച്ചീവിങ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാളെ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുവഴി അദ്ദേഹത്തിൻ്റെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നിക്സുകളെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ QT എന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? QT ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് അതർ ഫീൽഡ്സ്. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ള ആ ടേമിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇറ്റ് ഇൻവോൾവ്സ് നമ്പേഴ്സാണ്. They involve the use of numbers, symbols and other mathematical expressions. So again, നമ്മുടെ മുന്നിലുള്ള ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് അതല്ലെങ്കിൽ സർട്ടൻ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുന്നു. ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, QT refers to those devices or methods in which various facts or data are used in quantitative or numerical forms. നേരത്തെ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഫോംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അതല്ലെങ്കിൽ സിമ്പിൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ദെൻ സർട്ടൻ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് അടുത്ത് നോക്കാം. മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ quantitative techniques, then programming quantitative techniques. Okay, mathematical quantitative techniques എന്തൊക്കെയാണെന്ന് നോക്കാം.
മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. ഒന്നാമത്തതാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. നമ്മൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണെന്നുള്ളതൊക്കെ. പെർമ്യൂട്ടേഷൻ സിംപ്ലി പറയുകയാണെങ്കിൽ ഫൈൻഡിങ് പോസിബിൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് എന്താണ് എന്ന് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. സോ ജസ്റ്റ് മനസ്സിലാക്കുക, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് കോമ്പിനേഷൻസ്. സോ നമ്മൾ ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കോമ്പിനേഷൻസ് സാധാരണ എടുക്കുന്നത്. ഓക്കെ, ഇനി പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ ക്യൂട്ടിയിൽ തന്നെ പ്രോബബിലിറ്റിയിലേക്ക് പോകുമ്പോൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് എന്ന് മാത്രം പഠിക്കാം. ഇനി സെറ്റ് തിയറി. സെറ്റും ഇതുപോലെ നമ്മൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ക്യൂട്ടിയിൽ ഈ സിലബസിൽ കവർ ചെയ്യാനുള്ളൊരു പോർഷനാണ് സെറ്റ് തിയറിയൊക്കെ. സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ഡിവൈസ് വിച്ച് സോൾവ്സ് ദ വാരിയസ് ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഓൺ ദ ബേസിസ് ഓഫ് സെറ്റ്സ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. ഇതുപോലെ തന്നെ സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന കുറച്ച് റിയൽ വേൾഡ് സിറ്റുവേഷൻസിനെ നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ പറയുന്ന കുറച്ച് ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ മെട്രിക്സ് ആൾജിബ്രയാണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. മെട്രിക്സ് എന്താണ്, ഡിറ്റർമിനൻസ് എന്താണ്, അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഇനി ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. അഗൈൻ മാത്തമാറ്റിക്സിൽ മെയിനായിട്ട് വരുന്ന 2 ഓപ്പറേഷൻസാണ് ഡിഫറൻഷിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് എന്താണ്, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ മാത്തമാറ്റിക്സ്, പ്യുവർ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സെറ്റ് തിയറി, മാട്രിക്സ്, ഡിറ്റർമിനൻസ്, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഇങ്ങനെയുള്ള പ്യുവർ മാത്തമാറ്റിക്കൽ ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയും. ഇനി പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ, ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ, സ്ക്യൂനെസ് ആൻഡ് കട്ടോസിസ്, കോറിലേഷൻ, regression, interpolation and extrapolation, index numbers, time series analysis, statistical quality control, probability theory and sampling technique. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഡാറ്റ കളക്ഷൻ, അതുപോലെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഡാറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുക, അത് ടേബിൾ ഫോർമാറ്റിലാക്കുക, അങ്ങനെ ടാബുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ, സ്ക്യൂനെസ് ആൻഡ് കട്ടോസിസ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. സെൻട്രൽ ടെൻഡൻസീസിൽ വരുന്ന മീൻ, മീഡിയൻ, മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ദെൻ കോറിലേഷൻ, regression നമ്മൾ കവർ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്കാണ്. സോ 2 വേരിയബിൾസ് എങ്ങനെ
ഇൻ്റർ റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെഗ്രഷനും അഗൈൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈം സീരീസ് അനാലിസിസ്, അതുപോലെ SQC എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, പ്രോബബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്. സോ ഇത്തരത്തിലുള്ള പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയും. അതിൻ്റെ കൂടെ റേഷ്യോ അനാലിസിസ്, അതുപോലെ അനാലിസിസ് ഓഫ് വാരിയൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് നിങ്ങളുടെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം. അത് ഇത്തവണ നിങ്ങൾക്ക് സിലബസിലില്ല. ഓക്കെ, പകരം മാനേജ്മെൻറ്റ് സയൻസിലെ ലീനിയർ പ്രോഗ്രാമിങ്ങും അതുപോലെ സെറ്റ് തിയറി പോലുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ അതുണ്ടായിരുന്നെങ്കിൽ ഈ അനാലിസിസ് ഓഫ് വാരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, റേഷ്യോ അനാലിസിസ് നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് അഗെയിൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയും. ഇനി പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ്. സോ ലിറ്ററലി ഈ മൂന്നും മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചസ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒരു കാറ്റഗറൈസേഷൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അഗൈൻ നമ്മളിതിനെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചായിട്ട് പഠിക്കുന്നുണ്ട്. സോ അതിൽ വരുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്, ദെൻ ക്യൂയിങ് തിയറി, ഇൻവെൻറ്ററി തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽ നമുക്ക് പെടുത്താം. സോ മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയും. ഓക്കെ, സോ അത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. നിങ്ങളുടെ 5th മൊഡ്യൂളിൽ വരുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോം ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ക്യൂയിങ് തിയറി, ഇൻവെൻറ്ററി തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ്. നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. പെർട്ട്, അതുപോലെ CPM, അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ദെൻ സിമുലേഷൻ, നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, എക്സെട്ര. ഓക്കെ, സോ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റിംഗ് പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് തന്നെയാണ്. സോ അത് തന്നെയാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ, എസ്പെഷ്യലി നമ്മളെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയൽ ലൈഫ് ഇഷ്യൂസ്, അതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റുകളെ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, സിമ്പിൾസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ സർട്ടൻ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നു.
പ്രൊവൈഡിങ് ടൂൾസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. അടുത്ത ഫങ്ഷനാണ് സയൻറ്റിഫിക് റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ദെൻ ഹെൽപ്പിംഗ് ടു capital resources allocation, helping in choosing an optimal strategy, helping in minimization of cost of waiting and servicing. സോ ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് റിസർച്ചിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സോഷ്യൽ സയൻസസ് റിസർച്ചിലൊക്കെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ, എസ്പെഷ്യലി നമ്മളിപ്പം ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് സർവേ നടത്തുന്നു, അതുപോലെ ക്വസ്റ്റ്യനെയർ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം മെയിനായിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാനും അതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുമാണ് മെയിനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, നമുക്കറിയാം ബിസിനസ്സിൽ നമ്മൾ സാധാരണ പറയുന്നത് മാൻ, മണി, മെറ്റീരിയൽ, മെഷീൻസ് എന്നൊക്കെ പറയാറുണ്ട് റിസോഴ്സസിനെ. സോ ഇതിൻ്റെ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ്സ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെയൊക്കെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഹെൽപ്പിംഗ് ടു ക്യാപിറ്റൽ റിസോഴ്സ് അലോക്കേഷൻ, ദെൻ ഹെൽപ്പിംഗ് ഇൻ ചൂസിങ് ആൻ ഒപ്റ്റിമൽ സ്ട്രാറ്റജി, ദെൻ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഏതൊക്കെ ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്നു? ഫൈനാൻസിങ്, പർച്ചേസിങ്, മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. സിംപ്ലി പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്കോപ്പ് വളരെ വലുതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫൈനാൻസിങ്ങിൽ അല്ലെങ്കിൽ ഫൈനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ പർച്ചേസിങ്ങിൻ്റെ സമയത്ത് ക്വാണ്ടിറ്റി, റൈറ്റ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യാനും അതുപോലെ പ്രോപ്പർ റീ ഓർഡർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കാനും അതുപോലെ അഗൈൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. ദെൻ മാർക്കറ്റിങ്ങിൽ റൈറ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, അതുപോലെ അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ്, കമ്പനീസിന് പ്രോപ്പർ അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടും അതുപോലെ ഒപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ് ഉണ്ടാക്കാനായിട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഗൈൻ ഡിസ്ട്രിബ്യൂട്ടിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അഗൈൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഏതാണ്, ഇനി എവിടെ സ്റ്റോക്ക് ചെയ്യണം, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണ് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് എത്താനായിട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്, നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ്, ഓരോ കമ്പനീസിലെയും ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട്, ദെൻ അവർക്ക് ജോബ്സ് അസൈൻ ചെയ്യാൻ, ദെൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരുടെ റെമ്യൂണറേഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നതാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദെൻ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്, അതായത് നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്ന മിക്കവാറും എല്ലാ
പ്രോബ്ലംസിലും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. Quantitative techniques of inventory control are useful in deciding when and how much items are to be purchased, so as to maintain a balance between cost of holding and cost of ordering the inventory. ഒരുപാട് യൂസസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു, ജസ്റ്റ് വൈഡായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പം അതിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് 2-3 പറയുന്നു മാത്രം. പ്രോപ്പറായിട്ട് ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, അതുപോലെ ഈ ഇൻവെൻറ്ററീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. സോ ഇവിടെയെല്ലാം മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് കോസ്റ്റാണ്. ഓക്കെ, സോ നമ്മൾ സാധാരണ പറയും കോസ്റ്റ് ഓഫ് ഹോൾഡിങ്ങും അതുപോലെ കോസ്റ്റ് ഓഫ് ഓർഡറിങ് ദി ഇൻവെൻറ്ററിയും തമ്മിലൊരു ബാലൻസ് വേണമെന്ന് പറയാറുണ്ട്. കാരണം കമ്പനിയെ സംബന്ധിച്ച് അമിതമായിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതും തീരെ സ്റ്റോക്ക് ഇല്ലാതിരിക്കുന്നതും രണ്ടും വലിയ പ്രശ്നം തന്നെയാണ്. സോ ഒരു ഇൻവെൻട്രി കൺട്രോൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് PERT നമ്മൾ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് എന്നാണ് പറയുക. നെറ്റ്വർക്ക് ടെക്നിക് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ. സോ അതിൻ്റെ 2 എക്സാമ്പിൾസാണ് PERT ആൻഡ് CPM. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദി ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈംസ് ഓർ ദി ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രോജക്റ്റ് സോ ആസ് ടു എനേബിൾ മാനേജ്മെൻറ്റ് ഫോർ പ്രോപ്പർ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. സോ മാനേജ്മെൻറ്റിന് ഓരോ ആക്ടിവിറ്റീസും അതുപോലെ ഇവൻറ്റ്സും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. Then quantitative techniques of linear programming is used for optimal allocation of the scarce resources in problems of scheduling and product mix. അതുപോലെ നമുക്കറിയാം, നമ്മൾ ബിസിനസ്സിൽ പറയാറുണ്ട് സാധാരണ റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്നുള്ളത്. സോ നമ്മൾ പറയും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സോ ഒപ്റ്റിമലി എങ്ങനെ റിസോഴ്സസ് ഉപയോഗിക്കാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വേസ്റ്റേജ് വരാത്ത രീതിയിൽ ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പോലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി quantitative techniques of decision tree analysis and simulation help the management in taking the best possible course of action under conditions of uncertainty and risks. Again ഇതിൽ വരുന്ന ഒരു ഭാഗമാണ് ഡിസിഷൻ ട്രീ എന്ന് പറയും. അഗൈൻ മാനേജ്മെൻറ്റ് സയൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കൂടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ അഗൈൻ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ട്രീ പോലെ അറേഞ്ച് ചെയ്യുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു. അത് നമുക്ക് പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സർട്ടൺ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്. ബെസ്റ്റ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് എന്നെ പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ക്യൂയിങ് തിയറി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ക്യൂവിൽ
ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ്, അതായത് കസ്റ്റമേഴ്സ് ആ പർട്ടിക്കുലർ ക്യൂവിൽ നമുക്കിപ്പം അവരെന്തെങ്കിലും സർവീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ സമയം ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർ മാക്സിമം വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ക്യൂയിങ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. ദെൻ റീപ്ലേസ്മെൻറ്റ് തിയറി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് എ ഡിസിഷൻ ആസ് ടു ദ റീപ്ലേസ്മെൻറ്റ് പീരീഡ് ഓഫ് എക്യുപ്മെൻറ്റ്, അതായത് എക്യുപ്മെൻറ്റ് ഇപ്പം ഏതൊരു മെഷീനറീസും ആയിക്കോട്ടെ ഏത് ടൈമിൽ റീപ്ലേസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ 3 കാറ്റഗറീസാണ് ജനറലി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് സിറ്റുവേഷനും നമുക്ക് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് QT ഇൻവോൾവ്സ് മാത്തമാറ്റിക്കൽ മോഡൽ ഇക്വേഷൻസ് ആൻഡ് അതർ സിമിലർ mathematical expressions. Quantitative techniques are very expensive. They do not take into consideration intangible facts like skill, attitude, etc. So അതാണ് പറഞ്ഞത്. They do not take into consideration intangible facts like skill, attitude. സ്കിൽ അതുപോലെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബ്യൂട്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊന്നും നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കേസസ് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ലിമിറ്റേഷനാണ്. പിന്നെ ഇത് സാധാരണ എക്സ്പെൻസീവ് ആണ്. അതായത് when it comes to real life situations എക്സ്പെൻസീവ് ആണെന്ന് പറയാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ മാത്തമാറ്റിക്സിന് എന്തെല്ലാം ലിമിറ്റേഷൻ ഉണ്ടോ അതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനും ലിമിറ്റേഷൻ ആയിട്ട് വരും. പിന്നെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയാറുള്ളത് ദേ ആർ ഓൺലി ടൂൾസ് ഓഫ് അനാലിസിസ് ആൻഡ് നോട്ട് കംപ്ലീറ്റ്ലി ഡിസിഷൻ മേക്കിംഗ് ഫോംസ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് നോട്ട് കംപ്ലീറ്റ്ലി ഡിസിഷൻ മേക്കിംഗ് ഫോംസ്, അതായത് QT അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ അല്ല എന്നുള്ളൊരു ക്രിറ്റിസിസം കൂടി സാധാരണ പറയാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു, പിന്നെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി അതിൽ വരുന്ന കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ യൂസസ് പറഞ്ഞു. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലേക്ക് കടക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.